ഇന്നലെ വടംവലി മത്സരം കഴിഞ്ഞു. പവർ ടീമിനെ നിശ്ചയിച്ചു. തണൽ ടീമാണ് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ അടുത്ത പവർ ടീം തണൽ ടീമായി മാറുന്നു. ഇപ്പോഴത്തെ പവർ ടീമിനെ തോപ്പിച്ചാണ് അവർ മത്സരം കൈയടക്കുന്നത്. അതിന് വലിയ വലിയ ട്വിസ്റ്റുകളുണ്ടായി എന്നുള്ളതാണ്. ഒരു മൈൻഡ് ഗെയിം, ഫായിയുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു മൈൻഡ് ഗെയിം ഉണ്ടായിരുന്നു അവിടെ. അത് തൻ്റെ തന്ത്രം കൊണ്ട് മറികടക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിടത്താണ് ഈ ഗെയിം തന്നെ ചേഞ്ചായി മാറുന്നത്. ബിഗ് ബോസ് ഒരു കളി കളിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. ആദ്യമേ നമുക്ക് ബിഗ് ബോസിൻ്റെ കളി പറയാം. ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർക്കറിയാം, പവർ ടീമും നിലവിലെ പവർ ടീമും തണൽ ടീമും മത്സരിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. കാരണം ഒരു വശത്ത് ഗബ്രിയും അർജുനും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, മറുവശത്ത് നമ്മുടെ ഋഷിയും അഭിഷേക് ശ്രീകുമാറും ഉണ്ട്. ബാക്കി സ്ത്രീജനങ്ങളാണ്. അവർ രണ്ടുപേരും കൂടെ മത്സരിച്ച് ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ അസാധ്യമായി മാറും. ഇപ്പോഴത്തെ പവർ ടീമിനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ളൊരു തന്ത്രവും ബിഗ് ബോസിന് ഒരുപക്ഷെ ഉണ്ടാകാം. കാര്യം അധികാരങ്ങൾ എപ്പോഴും മനുഷ്യനെ ദുഷിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതും തുടർച്ചയായിട്ടുള്ള അധികാരങ്ങൾ നമുക്ക് കൂടുതൽ ഏകാധിപത്യ മനോഭാവത്തിലേക്കൊക്കെ വഴിമാറും. ഇപ്രാവശ്യത്തെ പവർ ടീമിൻ്റെ ഏകാധിപത്യ മനോഭാവം പലപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പലരും മടിയന്മാരായി പോകുന്നുണ്ട്. തുടർച്ചയായിട്ട് പവർ ടീമിൽ ഇരുന്ന റസ്മിനും അർജുനും ഒക്കെ. റസ്മിനൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ നോമിനേഷനിലൊക്കെ വന്നാൽ പുറത്താവേണ്ട മത്സരാർത്ഥിയാണ്. അപ്പം അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ ഗബ്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനിയും 2-3 പ്രാവശ്യം നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്താകാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. അങ്ങനെയും ബിഗ് ബോസ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ പ്രാവശ്യത്തെ പവർ ടീമിനെ തോൽപ്പിക്കാൻ ബിഗ് ബോസ് ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമാകാനും ഇത് സാധ്യതയുണ്ട്. കാരണം ഈ 2 ടീമിന് ബാക്കിയുള്ള അംഗങ്ങളുടെ സപ്പോർട്ട് വാങ്ങാം എന്ന് ബിഗ് ബോസ് ഒരു നിയമം കൊണ്ടുവരുന്നു. അവിടെയാണ് ട്വിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ സുബിനും പൂജയൊക്കെ അടങ്ങുന്ന ടീം, അൻഫിബയൊക്കെ അടങ്ങുന്ന ടീം ഏതായാലും പവർ ടീമിന് പിന്തുണ കൊടുക്കത്തില്ല എന്ന് അവർ തീരുമാനിക്കുകയും, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡിമാൻഡ് ഈ പവർ ടീം അംഗീകരിക്കുക. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അത് അംഗീകരിക്കാൻ പവർ ടീം തയ്യാറായില്ല. ഏകദേശം മറ്റേ ടീം ഇവർ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കും. അവർ സുബിൻ്റെയൊക്കെ ടീം അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ നിർണായകമായത് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി എവിടെയുണ്ടോ ആ ടീമാണ് നിർണായകമായി മാറുന്നത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി സായി സീക്രട്ടേറിയൻ്റെ നമ്മുടെ ജിൻഡോ അവരടങ്ങുന്ന ടീം എങ്ങനെയും കൊണ്ടുവരാൻ വേണ്ടി പവർ ടീം സായിയുടെ സഹായം തേടുന്നുണ്ട്. സായിയുടെ സഹായം തേടുമ്പോൾ സായി ഒരു തന്ത്രം, ഒരു മൈൻഡ് ഗെയിം അവിടെ കളിക്കുന്നു. ജിൻഡോയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, നിനക്ക് കണ്ടൻറ്റ് കിട്ടത്തില്ല. ജിൻഡോ എപ്പോഴും പറയുന്നത് കണ്ടൻറ്റാണ് വേണ്ടത്, നിലനിൽക്കണമെങ്കിൽ കണ്ടൻറ്റാണ് വേണ്ടത്. അതുപോലെ സായി പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യവും നോമിനേഷന് എന്തോന്ന് വന്നപ്പോൾ 13 പേരാണ് നിന്നെ എന്തോന്ന് ചെയ്തത്, അത് നിനക്ക് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടുത്തെ 19 പേരും എതിർത്തോട്ടെ, എന്നെ നോമിനേഷന് വിട്ടോട്ടെ, എന്നാലും എനിക്കറിയാം ഞാൻ ജയിച്ച് വരുമെന്ന്. അവിടെയാണ് ജിൻഡോയുടെ ആ മാസ്റ്റർ ബ്രെയിൻ കിടക്കുന്നത്. ജിൻഡോയ്ക്ക് അറിയാം പുറത്തെ തൻ്റെ സപ്പോർട്ട് എന്നുള്ളത്. സായി ഒരു അക്ഷരം പിന്നെ മിണ്ടുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അങ്ങനെ അങ്ങോട്ട് നോറയ്ക്കും ഒരു തരത്തിലും ഇപ്പോഴത്തെ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ സീക്രട്ടേറിയൻ്റെ വാക്ചാതുര്യം കൊണ്ട് ഇവരെല്ലാം പൊതുവെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷെ ജിൻഡോയ്ക്കറിയാം ഇപ്പോഴത്തെ പവർ ടീമിനെ, ഗബ്രിയും ജാസ്മിനും അസ്ബരയും അർജുനും റസ്മിനും ഒക്കെ ഇറങ്ങിയ പവർ ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തനിക്ക് ഒരു പക്ഷേ എതിരായി മാറുമെന്ന് ജിൻഡോയ്ക്കൊരു പേടിയുണ്ട്. എന്നാലും
തൻ്റെ ടീമിനോടൊപ്പം നിൽക്കാനാണ്, ടീമിൻ്റെ ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ ജിൻഡോ തീരുമാനിക്കുന്നു. എന്നാലും അർദ്ധമനപ്പോടാണ് ജിൻഡോ വന്നിരിക്കുന്നത്. അപ്പം ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, ആരൊക്കെ തണൽ ടീമിന് സപ്പോർട്ട് ചെയ്യുന്നു, ആരൊക്കെ പവർ ടീമിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയണമെന്ന്. അപ്പോൾ തണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന സുബിനും പൂജയും ശ്രീരേഖ അടങ്ങുന്ന ടീം എണ്ണിച്ച് നിൽക്കുന്നു. പിന്നെ നിർണായകമായത് ജിൻഡോ ഉള്ള ടീമാണ്. ജിൻഡോ എവിടെയുണ്ടെങ്കിലും അവിടെ ജയിക്കുമെന്നുള്ള ഏകദേശ ധാരണയുണ്ട് ഈ വടംവലി ആയതുകൊണ്ട്. അപ്പം ജിൻഡോ ഒരു പ്രധാന ഘടകമായി മാറുന്നു. പിന്നെ അറിയേണ്ടത് മറ്റേ ടീം ഏതായാലും പവർ ടീമിന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ജിൻഡോയ്ക്ക് അർദ്ധമനപ്പോടാണ്, ജിൻഡോയ്ക്ക് യാതൊരുവിധ താല്പര്യമില്ല പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ. അന്നേരം ബിഗ് ബോസിൻ്റെ ഒരു ഇത് വരുന്നു, വ്യക്തിപരമായി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും ടീമിനെ പിന്തുണയ്ക്കാം എന്ന് പറയുമ്പോൾ തൻ്റെ വിഷമത്തോടെ തൻ്റെ ടീമംഗങ്ങളോട് പറഞ്ഞിട്ട് ജിൻഡോ ഈ തണൽ ടീമിനോടൊപ്പം നിൽക്കുകയാണ്. അവിടെയാണ് ആ ഗംഭീര ട്വിസ്റ്റ് ഉണ്ടാകുന്നതും ജിൻഡോയുടെ മറുതന്ത്രം വിജയിക്കുന്നത്. അങ്ങനെ സായി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ തൻ്റെ തന്ത്രത്തിലൂടെ ജിൻഡോയും കൂടെ പവർ ടീമിനോടൊപ്പം ചേർത്ത് ആ തന്ത്രം വിജയിച്ച് വീണ്ടും ഈ പവർ ടീമിനെ തന്നെ വീണ്ടും വിജയത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തനിക്കൊരു ക്രെഡിറ്റ് കിട്ടും. അതുപോലെ ഒരു യൂട്യൂബറായ സായിക്കറിയാൻ ഞാൻ പ്രത്യേകിച്ച് അവിടെ ഗെയിമൊന്നും കളിക്കുന്നില്ല, ഒരു മൈൻഡ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കണ്ടോ സീക്രട്ടേൻ്റെ മൈൻഡ് ഗെയിം വിജയം കണ്ടത്, സീക്രട്ടേൻ്റെ വിജയിപ്പിച്ചത് കണ്ടോ എന്നൊക്കെയുള്ള തന്ത്രങ്ങൾ പുറത്ത് ചർച്ച ചെയ്യും എന്ന് സീക്രട്ടേന് നന്നായി അറിയാം. അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സീക്രട്ടേന് കഴിഞ്ഞെങ്കിലും ജിൻഡോ എന്ന് പറയുന്ന അതിബുദ്ധിമാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ സീക്രട്ടേന് കഴിഞ്ഞില്ല. അതാണ് ജിൻഡോ തൻ്റെ മറുതന്ത്രം കൊണ്ട് ഒതുക്കി കൈ കൊടുത്തത്. ആ സീക്രട്ടേൻ്റെ തന്ത്രം അത് മടക്കി ചുറ്റി പോക്കറ്റിലിട്ട് കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ഥാനത്ത് ജിൻഡോയ്ക്ക് അറിയാം, ജിൻഡോയെ സംബന്ധിച്ചെന്ന് പറഞ്ഞ് ഈ ഗെയിമിൽ ഏറ്റവും നിർണായകൻ താനാണ്, താൻ നിൽക്കുന്ന ടീമെ ജയിക്കത്തുള്ളെന്ന് അവിടുത്തെ മത്സരാർത്ഥികളും വിശ്വസിക്കുന്നുണ്ട്, ജിൻഡോയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തനിക്ക് ഉറപ്പില്ലാത്ത കളിയിൽ വരെ ചത്ത് കളിക്കാൻ ജിൻഡോ തയ്യാറാകുന്നതാണ് നമ്മൾ ഇത്രയും ദിവസത്തെ ഗെയിമിലെല്ലാം കണ്ടത്. കണ്ടൻ്റാണ് ജിൻഡോയ്ക്ക് ഏറ്റവും വലിയൊരു മുഖ്യം. ആ കണ്ടന്റ് ഉണ്ടാകുകയും ചെയ്തു. ഇപ്പം തന്നെ നമ്മൾ ഇന്ന് മൊത്തം ചർച്ച ചെയ്ത് മല്ലയ്യയുടെ ടീം വിജയിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ തണൽ ടീമാണ് വിജയിച്ചത്, പവർ ടീമിലേക്ക് പോയതും അവരാണ്. പക്ഷെ മല്ലയ്യയുടെ ടീം വിജയിച്ചു, ജിൻഡോയെ പറ്റി ചർച്ച ചെയ്തു. അങ്ങനെ ജിൻഡോയുടെ തന്ത്രമാണ് അവിടെ വിജയിച്ചത്. ഞാനെപ്പോഴും പറയുന്ന ഒരു തന്ത്രമുണ്ട്, മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ മൈൻഡ് ഗെയിം വിജയിച്ചെടുക്കുക എന്നുള്ള തന്ത്രം കൂടെയുണ്ട്. അത് സീക്രട്ടേന് ഇല്ലാതായിപ്പോയി, ജിൻഡോ അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഇനിയിപ്പം നാളെ ഒരുപക്ഷെ ക്യാപ്റ്റനാകാൻ തന്നെ നോമിനേറ്റ് ചെയ്യണം, ബാക്കിയുള്ള ഈ വിജയിച്ച അംഗങ്ങളെല്ലാം കൂടെ നോമിനേറ്റ് ചെയ്യണം എന്ന് ജിൻഡോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ആവശ്യപ്പെട്ട് കാണും. നാളെ ജിൻഡോ ക്യാപ്റ്റനായാലും നമ്മൾ അതിശയിക്കാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രം ആ വഴിക്കാണ് പോകുന്നത്. ജിൻഡോ പറയാനുള്ളൊരു കാര്യമുണ്ട്, ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പവർ ടീമിൽ കയറും, അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻ ഫീൽ മത്സരിച്ച് ക്യാപ്റ്റൻ ഫീ ജയിക്കും, എന്നിട്ട് ഇവിടുത്തെ ക്യാപ്റ്റനും ആവും എന്ന്.